എങ്ങനെ 8 ദിവസത്തെ ക്ലാസ്സിന് ശേഷം നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് രണ്ടുപേര്, രാഹുൽ ഏട്ടനും രഞ്ജിത്ത് ഏട്ടനും. നമുക്കിവിടെ 8 ദിവസം ക്ലാസ് ആയിരുന്നു. ഇന്നിപ്പോൾ ഇത് എക്സാം കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ റിസൾട്ട് ഇപ്പം 2 മണിക്കൂർ കൊണ്ട് വരും. തമിഴ് സെൽവൻ, രാഹുൽ ഏട്ടൻ, രഞ്ജിത്ത് ഏട്ടൻ വിത്ത് നമ്മളെ കമ്പനി വണ്ടി കേട്ടോ, യൂറോടെക്. ഇതാണ് നമ്മളെ പ്രാൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റും അതിനോട് ചേർന്നുകൊണ്ട് എന്താണ് ബാർ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എന്ത് സാധനം, സൂപ്പർ മാർക്കറ്റ്, എന്ത് സാധനം, പെട്രോൾ പമ്പ് എല്ലാം ബാർ അറ്റാച്ച്ഡ് ആണ്. ഈ യൂറോപ്യൻ സിസ്റ്റത്തിൽ പറഞ്ഞ കാര്യമാണിത്. ഇവിടെ എല്ലാവരും ഇവിടെ വൈകുന്നേരങ്ങളിലും വീക്കെൻഡ് ഡേയ്സിലും വേറൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല. വീഡിയോ റെക്കോർഡിങ് ബ്രോ. ഇതാണ് നമ്മളെ പ്രാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ കുടിക്കാറില്ല. ഓക്കെ, അതാണ് നമ്മളെ ഓഫീസ് കേട്ടോ. നമ്മളെ സാർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കമ്പനി വണ്ടി ഇതാ, യൂറോടെക്. ഓക്കെ, ഐ വിൽ ഷോ ദ റോഡ്സ് ഹിയർ. ഏതാ ഇവിടുത്തെ വൈബ്? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ക്രൊയേഷ്യ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രൊയേഷ്യയിൽ പോയി. നമ്മൾ ട്രക്കും എടുത്ത് കഴിഞ്ഞ ദിവസം ജസ്റ്റ് ക്രൊയേഷ്യ വരെ നമ്മൾ എന്ത് ചെയ്തു, ഡ്രൈവ് ചെയ്തത്. നമുക്ക് ഇവിടുന്ന് 35 കിലോമീറ്റർ നമ്മൾ ഓടിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ട്രക്കുമായിട്ട് നമ്മൾ ക്രൊയേഷ്യ വരെ ഓടിച്ചു. ക്രൊയേഷ്യയിൽ നിന്ന് തിരിച്ചിവിടെ വന്നു. അടിപൊളി റോഡാട്ടോ ക്രൊയേഷ്യ എന്ന് പറഞ്ഞാൽ. അടിപൊളി ലാൻഡ്സ്കേപ്പും കുറേ വില്ലേജുകളാണ്. നമുക്ക് വില്ലേജുകളിലൊക്കെ നമുക്ക് മാക്സിമം 50 കിലോമീറ്റർ പെർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. വില്ലേജ് കഴിഞ്ഞാൽ നമുക്ക് 90 കിലോമീറ്റർ പെർ സ്പീഡിൽ പോവാം. അടിപൊളി റോഡ്. അതേപോലെ ഇതിൽ ട്രെയിൻ ഉണ്ട് കേട്ടോ, നമുക്ക് മെട്രോ പോകുന്നുണ്ട്. ഞാനൊരു 5 ദിവസമായി ഒരു മെട്രോ വീഡിയോ എടുക്കുന്നു. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ക്ലാസ്സിലേക്കും. ഹായ്, ഇത് കുട്ടികളെ പ്ലേ ഏരിയയാണ്. കുട്ടികളെ സ്കൂൾ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇപ്പോൾ അവർക്ക് വെക്കേഷൻ ആട്ടോ, അതുകൊണ്ട് നമുക്ക് ഈ ട്രാഫിക്കും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഇത് ഇവിടുത്തെ ഫ്ലഞ്ചറ്ററിയൻ ഷോപ്പ്. എന്താണ് അടിപൊളി ലാൻഡ്സ്കേപ്പാണ്. എന്താ പറയുക, അതേപോലെ മഴ പെയ്തിട്ടോ. ഞങ്ങൾ വന്ന് 2ാമത്തെ ദിവസം ഇവിടെ മഴ പെയ്തു. മഴ നല്ല തണുപ്പാണ്. പിന്നെ കുട്ടികളെ പ്ലേ ഗ്രൗണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് എൻ സ്കൂൾ, സ്ലാറ്റിന ക്രൊയേഷ്യ. നമ്മൾ ക്രൊയേഷ്യൻ്റെയും സ്ലൊവേനിയൻ്റെയും ബോർഡറാണിത് ആക്ച്വലി പറഞ്ഞാൽ. ക്രൊയേഷ്യൻ്റെയും സ്ലൊവേനിയൻ ബോർഡർ. ഓക്കെ, ഇവിടെ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 7 മണിയായി. നമുക്ക് റിസൾട്ട് വരാൻ 8 മണി വരെ വെയിറ്റ് ചെയ്യണം. എക്സാം ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു എക്സാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ട്രാഫിക്ക് കുറവാട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ വണ്ടി വളരെ കുറവാണ്. അതായത് നമ്മളിവിടെ ഭയങ്കര സൈലൻ്റാണ്. അതായത് ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വണ്ടികളൊക്കെ വളരെ കുറവാണ്. ഒരു നൈറ്റ് ലൈഫ് കുറവാണ്. അത് നമ്മൾ നോർമലി എന്താണ്, ഒരു ഭയങ്കര ശാന്തമായിരിക്കും. വീടുകളിലൊന്നും ഒരു ഒച്ചയും വിളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ശാന്തമായ അന്തരീക്ഷമായിരിക്കും ഒരു സമയം കഴിഞ്ഞാൽ. രാവിലെയായിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അതാ മ്യൂസിക് സ്കൂളാണ് കേട്ടോ അത്. ഓക്കെ, ഡസ്റ്റർ കാറുണ്ട് ഇവിടെ. അതേപോലെ i20. നമ്മളെ പ്രായം ഏറ്റവും കൂടുതലുള്ളത് വോക്സ് വാഗൻ്റെ കാറുകൾ കേട്ടോ. വോക്സ് വാഗൺ അണ്ണ ചില്ലടിച്ച് പോകുന്നു. സ്കൂട്ടേഴ്സ് ഉണ്ട് കേട്ടോ. ക്രീക്കൻ ഈസ് ചില്ലിങ്. ഓക്കെ, രാവിലെ ആയിട്ട് എന്തിനാ വിളിച്ചതെന്നറിയില്ല, പോയി നോക്കാം. സാപ്പാട് നമ്മൾ ആശാനാട്ടോ. ആശാൻ രാവിലെ ഏട്ടൻ ഫ്രം ട്രിവാൻഡ്രം. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ഫ്രീക്കനും ഭയങ്കര ബ്രില്യൻ്റായ ആളാണ് രാവിലെ ഏട്ടൻ. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് യെസ് ടെൽ മീ ബ്രോ. വിപിൻ ചേട്ടൻ ആകെ എന്തിന് സ്പാറിൽ യൂറോ ഇരിക്കാ? യൂറോ இருக்கு. தமிழ் செல்வனை கூப்பிட்டா? தமிழ் செல்வன் ഇവൻ ഇങ്ങ് ഇരിക്കാ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോകാട്ടോ. ഇവർക്ക് ഫുഡ് വാങ്ങാൻ എന്തോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാം. രഞ്ജിത്തേട്ടനാണ് സാരഥി. രഞ്ജിത്തേട്ടനും രാവിലെ ഏട്ടനുണ്ട്. തമിഴ് സെൽവൻ ഇവിടെ ചില്ലടിച്ച് എക്സാമൊക്കെ പാസ്സായ സന്തോഷത്തിലാണ്. പാസ്സായില്ല, റിസൾട്ട് വരാന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. യു ആർ റോക്കിംഗ് ഇൻ മൈ വീഡിയോ നെക്സ്റ്റ് ഡേ. നമ്മൾ റൂമിലേക്കെല്ലാം പറയാം. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് വരുള്ളൂ. സൂപ്പർ നമ്മൾ എന്ത് വാങ്ങാൻ പോകും നമ്മള് ബ്രോ? ഇല്ല, പെട്ടെന്ന് വരും. ചിക്കൻ മേടിക്കാൻ പോവാട്ടോ. ഓക്കെ, നമ്മള് 2 യൂട്യൂബർമാരാ കേട്ടോ അവിടെ. ഇമ്രാൻ ആൻഡ്
കോഴിക്കോടൻ റെക്കോർഡ് ട്രീറ്റ് ഇന്നല്ല, നാളെ രാത്രി ഐ വിൽ ട്രീറ്റ് യു. ഇന്ന് യൂറോ ഇല്ല, നാളെ നമുക്ക് യൂറോ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അത് കേട്ടാ, ഇത് നമ്മളെ ഫ്ലാറ്റിനുള്ള റോഡാട്ടോ, അടിപൊളി. എന്താണ് ഇവിടുത്തെ ഒരു എന്താ പറയാ, ഇത് ഞാൻ വീഡിയോ എടുത്ത് നമ്മളെ സ്പാർ സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. യു ഗൈസ് വാച്ച് മൈ വീഡിയോ ഇൻ ഓർ അതർവൈസ് യു വാച്ച് ഇൻ ലിങ്ക് ഒന്നുമില്ല, പോയി കണ്ടോളൂ ഗൈസ്. ഈ റൗണ്ട് ബോട്ടിലില്ലേ, ഞാൻ വണ്ടി പറ്റിയതിന് ഓള് കയറ്റി. മാർക്ക് കുറച്ച് 4 മാർക്കറ്റ് കിട്ടുള്ളൂ. അല്ല 1 മറ്റേ ഇങ്ങനെ 5 മിനിറ്റ് വീഡിയോ. അങ്ങനെ നമ്മളെവിടെ എത്തി, സ്പാറിലെത്തിയിരിക്കുന്നു ഗായ്സ്. സ്പാർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ വീഡിയോ ഇട്ടു. സൂപ്പർ മാർക്കറ്റും അതിന് അറ്റാച്ച് ചെയ്തിട്ട് പല കാര്യങ്ങളും എന്തുണ്ടാവും. ഞാൻ ഇതിന്റെ വീഡിയോ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഴിഞ്ഞ ദിവസം. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, ഞാനങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ ഫൈൻ. മച്ചാ അത് ലോക്കായി മച്ചാ. ഇതേ ഒരു ചിക്കൻ വാങ്ങാൻ ഇറങ്ങിയ കേട്ടോ. അപ്പം അച്ഛാ ഓക്കെ, പാസ്പോർട്ടൊക്കെ ബാഗിലുണ്ട്, കുഴപ്പമില്ല. വണ്ടിയിലുണ്ട് തന്നെ പോരെ? വണ്ടിയിലില്ല, എടുത്ത് കൈ വെച്ചോ പാസ്പോർട്ട്. കീപ്പ് ഇൻ മൈ ഹാൻഡ്. വണ്ടിയിലുണ്ട്. ഓക്കെ. ശരിക്കും നമ്മൾ ഇവിടെ പോവുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ പാസ്പോർട്ട്, നമ്മൾ TRP കാർഡും കയ്യിൽ വേണം കേട്ടോ. ഇല്ലെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. പിന്നെ നമ്മൾ ആരും എടുക്കാൻ വരില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ അഗെയിൻ നമ്മൾ സ്പാർക്കിലെത്തി. ഇവിടുത്തെ ഓഫറുകൾ നോക്കാം കേട്ടോ. അവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഓഫറിൽ? ഓക്കെ, നിങ്ങൾ ഇതിനൊന്നല്ല വന്നതെന്ന് എനിക്കറിയാം. സ്പെൻഡിങ് ടൈം. ഹൈ. ഓക്കെ, അങ്ങനെ നമ്മൾ അഗെയിൻ ലാസ്റ്റ് ഡേ ഓഫ് പാർക്കാട്ടോ. ഫ്ലാറ്റിനുള്ള ലാസ്റ്റ് ദിവസത്തെ നമ്മളെ പാർക്ക് ലിസ്റ്റാണ്. നമ്മൾ ഫ്ലാറ്റിനെ നമ്മളിന്ന് തിരിച്ച് നമ്മളെ ബിക്ക് തന്നെ പോകട്ടോ. നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 7 റിസൾട്ട് വരാനുണ്ട്, അതിന് വെയിറ്റ് ചെയ്യണം. ഒരു ചിക്കൻ ഇല്ലാന്ന് പറഞ്ഞാൽ ചിക്കൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ വന്നതാണ്. എന്നല്ല, ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫുഡ് ഫെസിലിറ്റി നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു, അതൊന്നും എടുത്ത് നിങ്ങൾ കാലിയാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചിക്കൻ മേടിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. ഓക്കെ. അപ്പോൾ വിപിൻ ചേട്ടൻ അവിടെ എക്സാം ചെയ്തു കേട്ടോ. അതാണ് വിപിൻ ചേട്ടനെ കാണാത്തത്. ചേട്ടൻ എക്സാം എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ കണ്ടോ യൂറോ പൈസ എങ്ങനെയായിട്ടുണ്ടാകുക? നമ്മളെ പ്രൊഡക്റ്റിൻ്റെ തൊട്ട് മുകളിൽ അതിൻ്റെ പൈസയും കാര്യങ്ങളുണ്ടോ ഞാൻ പറഞ്ഞു. യൂറോ ഞാൻ കാണിച്ച കേക്കും കാര്യങ്ങളും. മിനിറ്റ് വീഡിയോ 10 മിനിറ്റ് ആക്കിയിട്ട് എൻഡ് ചെയ്യാം. ഇതേപോലെ കഴിക്കാട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ച് ഞങ്ങളില്ലേ ആ ക്രീം ബണ്ണ് കഴിച്ചാണ് 7 ദിവസം ഉച്ചയ്ക്ക് ലഞ്ചും. പക്ഷേ രാത്രി നമ്മൾ ചോറും ചിക്കൻ കറി, അല്ലെങ്കിൽ ചോറ് ബീഫ് കറി, അല്ലെങ്കിൽ ചോറ് പോർക്ക് കറി, ഇതൊക്കെ ഉണ്ടാക്കി കിട്ടും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്താണ്. നമ്മൾ കുക്ക് ചെയ്താൽ മതി. നമുക്ക് വേണ്ട സാധനങ്ങൾ ഷീട്ട് കൊടുക്കും, അവർ പർച്ചേസ് ചെയ്ത് നമുക്ക് എന്ത് വരും നമ്മളെ റൂമിലുണ്ടാവും നമ്മൾ വരുമ്പോഴത്തേക്ക്. ആ രീതിയിലായിരുന്നു. അപ്പോൾ അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. അതുമല്ല പ്രായം ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലെ ചിക്കൻ റോളല്ലേ ഇത്? ചിക്കൻ റോള് അത് ചിക്കൻ റോളല്ലേ ഇതാ? അതേ ഞാൻ പറഞ്ഞു. ഇത് ഫുൾ ചിക്കൻ, ഷവായി ചിക്കൻ്റെ ഒരു ടൈപ്പ്. അതേപോലെ മീറ്റുകൾ ഇറച്ചിങ്ങനായിട്ടുണ്ടാകുക. എല്ലാ ഇറച്ചിയും ഉണ്ട്. പന്നി, പോർക്ക്, അതേപോലെ സോസേജുകളുണ്ട്. എവരിത്തിങ് ഈസ് ലൈക്ക് ദിസ്. പൈസ നോക്കുന്നുണ്ടല്ലോ, പല സ്ഥലത്തും പല റേറ്റാണ്. ഇപ്പം നമ്മളെന്താണ് ആണ് മീറ്റുകൾ ഒക്കെ ഫ്രോസൺ ഫ്രീസറിൽ വെക്കുന്ന സാധനമാണ്. ഇതേ ഒരു കാര്യമായിട്ട് എന്താ വാങ്ങേണ്ടത് നോക്കുന്നുണ്ട്. അപ്പം വാങ്ങും. ഒരു ഫുള്ള് ചിക്കൻ തന്നെ നോക്കി മേടിക്കാൻ അറിയില്ല. ഫുൾ ഷവായി. ഓ ഗായ്സ്, യു ബൈഡ് ഇറ്റ്. മേടിച്ചിട്ടാ അവർ ഒരു ഫുൾ ഷവായി കോയി മേടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിത് തിന്ന് സെറ്റാവൂല.
ആക്ച്വലി നമ്മൾ 5 പേരുണ്ട്. തിരിച്ചു പോയി. ഓക്കെ, 10 മിനിറ്റും 6 സെക്കൻഡ് ആയപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണാം.